ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. ISROയിൽ നിരവധി ഒഴിവുകൾ. നിയമനം തിരുവനന്തപുരത്ത്. ISRO വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 6 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ 30 വരെ. തിരുവനന്തപുരത്ത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക. മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ പാറശാല, നെട്ടയം, ജഗതി എന്നിവിടങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിൽ ഓരോ വിസിറ്റിനും 3000 രൂപ ശമ്പളം ലഭിക്കും. ഫിസിയോതെറാപ്പിസ്റ്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,000 രൂപയും ഡെർമറ്റോളജിസ്റ്റ് തസ്തികയിൽ ഓരോ കൺസൾട്ടേഷനും 400 രൂപയും ആയിരിക്കും ശമ്പളം. അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി 60 വയസ്സാണ്. സ്ഥിര മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുള്ള MBBS, മെഡിക്കൽ കൗൺസിലിലെ സ്ഥിരം രജിസ്ട്രേഷനു ശേഷം കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയുള്ളവർക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സൈക്കോളജിയിൽ BSc-യും ക്ലിനിക്കൽ സൈക്കോളജിയിൽ MSc-യും അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷനുള്ള ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil എന്നിവ ഉണ്ടായിരിക്കണം. റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷനു ശേഷം കുറഞ്ഞത് 2 വർഷവും ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫിസിയോതെറാപ്പിയിൽ ബാച്ചിലർ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ മാസ്റ്റർ ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബിരുദാനന്തര കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഡെർമറ്റോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ മെഡിക്കൽ കൗൺസിൽ സ്ഥിര രജിസ്ട്രേഷനോടുകൂടിയ MBBS കൂടാതെ MD, DNB, ഡെർമറ്റോളജി അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിൽ അധിക യോഗ്യതയുള്ള രജിസ്ട്രേഷനോടുകൂടിയ ഡെർമറ്റോളജിയിൽ PG ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. ഡെർമറ്റോളജിയിൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയതിനു ശേഷം കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, എഴുത്തുപരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.vssc.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇമെയിൽ വഴി സമർപ്പിക്കേണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ മാത്രമേ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങൾ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ വഴി അറിയിക്കുന്നതാണ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.